ഹായ് ഗായ്സ്, നമ്മൾ സാധാരണഗതിയിൽ ഈ ഓർഡിനോ ആപ്ലിക്കേഷൻസൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡിനോയുടെ കോഡ് അപ്ലോഡ് ചെയ്യുന്നത് ഓർഡിനോൻ്റെ ID വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിലാണ് സാധാരണ ഈ വർക്കൊക്കെ ചെയ്യാറ്. ഇഫ് കേസ് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഓർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഈ ഓർഡിനോ കോഡ്സ് നമ്മൾ ഓർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മണി ഹേസ്റ്റിൻ്റെ തീം മ്യൂസിക് നമുക്ക് ഓർഡിനോയുടെ മ്യൂസിക്കിൻ്റെ ടോൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡെസ്പാസിറ്റോ അതുപോലെ തന്നെ ഞാൻ ജാക്സൺ അല്ലടാന്ന് പറയുന്നതൊക്കെ മ്യൂസിക് ജനറേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക, അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓർഡിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് SDK എക്സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പോലെ കുറച്ച് കമൻറ്റ്സ് വരും. അതായത് നിങ്ങളുടെ ഓർഡിനോ ലൈബ്രറീസ് ഡിഫോൾട്ട് ലൈബ്രറീസ് നിങ്ങളുടെ ഫോണിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഒരു ബഗ്ഗാണ്. അതായത് നമ്മളിപ്പോൾ ഫ്രഷ് ഇൻസ്റ്റാളിനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്യാൻ നോട്ടിഫിക്കേഷനൊക്കെയാണ് കാണിക്കുന്നത്. ആ ബഗ്ഗായിരിക്കും അടുത്ത അപ്ഡേറ്റിൽ മാറുമായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഓർഡിനോയുടെ എഡിറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്തേക്കാണ് നമ്മൾ കോഡ് പേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ച കോഡ് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കോഡ് സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യാം. ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും, അത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കമ്പൈലേഷനിൽ കാണിക്കും. എത്രാമത്തെ ലൈനിലാണെന്നൊക്കെ നമുക്ക് കാണും. നമ്മൾ സാധാരണ എഡിറ്ററൊക്കെ ഒരു കമ്പൈലറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിപ്പോൾ കമ്പൈലേഷൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ സെറ്റിങ്സിനകത്ത് പോയിട്ട് നിങ്ങളെ ബോർഡ് ചൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും എറർ പറ്റുന്ന അല്ലെങ്കിൽ കോഡ് അപ്ലോഡ് ആവുന്നില്ല എന്നുള്ള കേസൊക്കെ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ബോർഡ് ചൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഓർഡിനോനകത്ത് പോയിട്ട് ഓർഡിനോ യൂണോ എന്നുള്ള ചൂസ് ചെയ്ത് ഞാൻ കോഡ് അപ്ലോഡ് കൊടുത്തു. ഇതിപ്പോൾ കോഡ് അപ്ലോഡിങ് സക്സസ് ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഹാർഡ്വെയർ കോൺഫിഗറേഷൻസൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കോഡൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണം, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.